യുദ്ധകാലത്തെ പ്രസിഡന്റിന്റെ അധികാരം പരിമിതപ്പെടുന്നതിന് അമേരിക്കൻ കോൺഗ്രസിൽ ഇന്ന് വോട്ടിംഗ് നടക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമിത അധികാര പ്രയോഗം നടന്നുവെന്നാണ് US കോൺഗ്രസിലെ ഡെമോക്രാറ്റുകൾ വിമർശിക്കുന്നത്. യുദ്ധം എത്ര കാലം തുടരുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നാണ് ട്രംപ് പറഞ്ഞത്. ആദ്യം 4 ആഴ്ച, പിന്നീട് 4-5 ആഴ്ചകൾ പറഞ്ഞു. വലിയൊരു രാജ്യത്തെയാണ് ആക്രമിച്ചിരിക്കുന്നത് എന്നായിരുന്നു അന്ന് ട്രംപ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നു യുദ്ധം എത്ര കാലം നീണ്ടുപോകുമെന്ന് തനിക്ക് പറയാൻ കഴിയില്ല എന്ന്. അമേരിക്കൻ കോൺഗ്രസിലെ അംഗങ്ങൾക്ക് അയച്ച കത്തിലാണ് ട്രംപ് ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള ഭീഷണി നേരിടേണ്ടതുണ്ടെന്നും കത്തിൽ ട്രംപിൻ്റെ പരാമർശമുണ്ട്. ട്രംപിൻ്റെ യുദ്ധ പദ്ധതികളെക്കുറിച്ച് അറിയില്ലെന്നാണ് US കോൺഗ്രസിലെ അംഗങ്ങൾ പ്രതികരിച്ചത്. PP ജെയിംസ് വീണ്ടും ചേരുകയാണ്. PP ജെയിംസ്, ശരിക്കും അദ്ദേഹം ഈ വലിയ രാജ്യത്തെ ആക്രമിക്കാൻ പോയി യുദ്ധം നീണ്ടുപോകും എന്ന് പറയുന്നു. അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലാണ്. കാരണം US കോൺഗ്രസിനെ വേണ്ട പോലെ വിശ്വാസത്തിലെടുക്കാതെ ഒറ്റയാനായി ഈ യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ 2 ചേരിയുണ്ട്. ഭൂരിപക്ഷം റിപ്പബ്ലിക്കൻസും ട്രംപിനെ പിന്തുണയ്ക്കുമ്പോൾ ഒരു വിഭാഗം ട്രംപ് ഇത് US കോൺഗ്രസിൻ്റെ അധികാരത്തെ കവച്ചു വെച്ചാണ് ഇത് ചെയ്തത് എന്നുള്ള ആരോപണമുണ്ട്. നേരത്തെ തന്നെ ഇറക്കുമതി തീരുവയുടെ കാര്യത്തിൽ ട്രംപ് എടുത്ത നിലപാടുകൾ സുപ്രീം കോടതി തന്നെ ഭൂരിപക്ഷ അഭിപ്രായത്തോടെ തള്ളിക്കളഞ്ഞിരുന്നു. ട്രംപിനെ അനുകൂലിച്ചിരുന്ന ഭൂരിപക്ഷമുള്ള സുപ്രീം കോടതിയാണ് അമേരിക്കയിൽ ട്രംപിൻ്റെ ചെവിക്ക് പിടിച്ചത്. അപ്പോൾ അതേ അവസ്ഥ തന്നെ ഇവിടെ വരുമോ എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. എന്തായാലും ഈ മണിക്കൂറുകളിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അദ്ദേഹം സെനറ്റിലും ജനപ്രതിനിധി സഭയിലും എത്തി ഇറാനെ ആക്രമിക്കാനുണ്ടായ കാരണങ്ങൾ വിശദീകരിച്ചു. പക്ഷേ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ US കോൺഗ്രസിനാണ് ഏറ്റവും അധികാരമുള്ളത്. ആ US കോൺഗ്രസിൻ്റെ അധികാരപ്പെടുത്താതെ ഒരു യുദ്ധവുമായി മുന്നോട്ട് പോകാൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ വീറ്റോ ചെയ്യാം. പക്ഷേ 3-2 ഭൂരിപക്ഷത്തിലൊക്കെ കാര്യങ്ങൾ വന്നാൽ പ്രസിഡന്റിൻ്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തും. അപ്പോൾ പരിമിതപ്പെടുത്താനുള്ള വോട്ടിംഗ് ആണ് നടക്കുന്നത്. അവിടെ ചെറിയൊരു ഭൂരിപക്ഷമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളത്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങൾ തിരിച്ച് വോട്ട് ചെയ്താൽ ട്രംപിൻ്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. ട്രംപ് പലതരത്തിലും അവിടെ യുദ്ധം നടത്തുന്നതിൻ്റെ പേരിൽ തീവ്ര ട്രംപിസ്റ്റ് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പൊതുവെ അമേരിക്കയിലെ ജനങ്ങളുടെ പിന്തുണ ഈ യുദ്ധത്തിനില്ല എന്നുള്ളതാണ് വിവിധ തലത്തിൽ നിന്ന് വരുന്ന സർവേകളിലും മറ്റുമുള്ള റിപ്പോർട്ടുകൾ. അതിനപ്പുറത്തേക്ക് പക്ഷേ ട്രംപ് തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹം കണ്ട ജർമ്മനിയുടെ ചാൻസലർ മേഴ്സ് ഫ്രെഡറിഷിനോട് പറഞ്ഞത് ബ്രിട്ടനും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെടുത്ത നിലപാടുകൾ, സ്പെയിൻ ഒക്കെ എടുത്ത നിലപാടുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ട്രംപ് പറഞ്ഞത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വിൻസ്റ്റൺ ചർച്ചിലല്ല, 2ാം ലോക മഹായുദ്ധകാലത്ത് ഐസൻ ഹോവർക്കൊപ്പം നിന്ന് ബ്രിട്ടൻ പൂർണ്ണമായ പിന്തുണയാണ് നൽകിയത്. ആ വിൻസ്റ്റൺ ചർച്ചിലല്ല കെയർ സ്റ്റാർമർ എന്നാണ് PP ജെയിംസ് മധു കൊട്ടാരക്കര കൂടെ ലൈനിൽ ചേരുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അമേരിക്കൻ കോൺഗ്രസിലെ പല അംഗങ്ങളും ഈ അമിത അധികാരം ഉപയോഗിക്കുന്നതിൽ അസ്വസ്ഥരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യുദ്ധകാലത്തെ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളെ പരിമിതപ്പെടുത്തുന്ന കാര്യം ആദ്യം സെനറ്റിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, എന്താണ് ഇപ്പോൾ US കോൺഗ്രസിലെ അംഗങ്ങൾ ലേറ്റസ്റ്റായി പറയുന്നത്? ഇന്ന് കോൺഗ്രസിൽ എന്തായിരിക്കും അരങ്ങേറുക? US കോൺഗ്രസിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ യുദ്ധത്തിലേക്ക് പോകാനായിട്ട് ഡൊണാൾഡ് ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് പോകൂ. പക്ഷേ ഒരു വാർ റെസൊല്യൂഷൻ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പ്രമേയമാണ് ഡെമോക്രാറ്റ്സ് ഈ യുദ്ധത്തെ കൃത്യമായ രീതിയിൽ അതിന്റെ അനുവാദം ഇല്ലാതെ പോയി എന്നുള്ള ഒരു വാദം ഉയർത്തിക്കൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇത് പ്രമേയത്തിലിടുന്നത്. പക്ഷേ ഈ പ്രമേയം സാധാരണ രീതിയിൽ തള്ളിപ്പോകാനുള്ള ഭൂരിപക്ഷം ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെ ഇതൊരു ദേശീയ തലത്തിൽ തന്നെ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഡെമോക്രാറ്റ്സിന്റെ ലക്ഷ്യം. അതുമാത്രമല്ല, ട്രംപിനോട് എതിർപ്പുള്ള 2 റിപ്പബ്ലിക്കൻ സെനറ്റർമാർ പരസ്യമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ പേർ വരുമോ, അല്ലെങ്കിൽ ട്രംപ് ഈ ആൾക്കാരെയും കൂടെ ട്രംപിന്റെ ഭാഗത്തേക്ക് മാറ്റുവാനുള്ള ഉഭയകക്ഷി ചർച്ചകളിലൂടെ അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സിന്റെ ഭാഗത്തു നിന്ന് തന്നെ കൂടുതൽ പേരെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിയമപ്രകാരം വാർ ഡിക്ലെയർ ചെയ്യാൻ US കോൺഗ്രസിന് മാത്രം
മാത്രമാണ് അനുവാദമുള്ളത്. സംയുക്ത US കോൺഗ്രസിന് സൈന്യാധിപൻ എന്നുള്ള നിലയിൽ ഡൊണാൾഡ് ട്രംപിന് സൈന്യത്തെ ഉപയോഗിക്കാം. പക്ഷേ 48 മണിക്കൂറിനുള്ളിൽ US കോൺഗ്രസിനെ അറിയിച്ചിരിക്കണം. അതിന്റെ ലെറ്റർ ഡൊണാൾഡ് ട്രംപ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് മുമ്പ് പറഞ്ഞിരുന്ന നിലപാട് അല്ല ഈ കത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഒരു അമേരിക്കയ്ക്ക് ഒരു ഭീഷണി ഉണ്ട് എന്ന് എത്രമാത്രം ആ കത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും നാളത്തെ ഈ പ്രമേയത്തിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചയിൽ വരും. അതുമാത്രമല്ല എസ്കേൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 60 ദിവസം വരെ US പ്രസിഡന്റിന് സൈന്യത്തെ ഉപയോഗിക്കാൻ നിയമപ്രകാരമുള്ള ഭരണഘടനാ പ്രകാരമുള്ള അനുവാദമുണ്ട്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും US കോൺഗ്രസിന് ഡൊണാൾഡ് ട്രംപിനോട് യുദ്ധം നിർത്തിവെക്കുവാൻ ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെട്ടാൽ 30 ദിവസത്തിനുള്ളിൽ അവസാനത്തെ സൈനികനെയും സുരക്ഷിതമായിട്ട് അമേരിക്കയിൽ എത്തിക്കണമെന്നാണ് ഭരണഘടന പറയുന്നത്. SK. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. താങ്കളിലേക്ക് ഞാൻ മടങ്ങി വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.